ഈ ഗേൾസിനെ സംബന്ധിച്ചോളം ഇപ്രാവശ്യം പരീക്ഷയിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പാ. അവന്മാർ വിളിച്ചായിരുന്നോ? ആ കാര്യങ്ങൾ ചൊല്ലിയോ കണ്ണോട് 100 കാര്യങ്ങൾ ചൊല്ലിയോ ചില്ല കണ്ണാടി പോലെ നിൻ കണ്ണു മിന്നിയോ പുഞ്ചിരിപ്പൂവ് തന്നു നീ മുന്നിൽ വന്നുവോ. പീരുമേട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തലയിൽ ആഴത്തിലേറ്റ മുറിവുകളും ക്രൂരമായ പീഡനം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. കുറ്റവാളി എന്ന് സംശയിക്കുന്ന തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയായ ശിവയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഹലോ, കാര്യം അറിഞ്ഞോ? ആടാ, ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടാ, നമ്മൾ എന്താടാ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ മണിയാശന്റെ അടുത്തേക്ക് വാ. അവരെല്ലാം അവിടെ ഉണ്ടാവും. ആ വേഗം വാ. അതെടാ, അവനെ കൊല്ലണം. ഇഞ്ചിഞ്ചായവനെ വേദന അറിയണം. എടാ, പോലീസ് നോക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്ത് പറഞ്ഞു മനസ്സിലാക്കിയ കുരുക്കുകളൊക്കെ കൊല്ലണമെങ്കിൽ അവനൊക്കെ നിന്റെ മടിയില വന്നിരിക്കണേ. അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ പോണം, അവന്റെ ഗള്ളിൽ പോണം. ഇവിടെ പോലീസിന് പെട്ടെന്ന് ഒരു കോപ്പം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂട്ടിയ കൂടുവോ? നീയൊക്കെ മറന്നോടാ ടീച്ചർ നമ്മുടെ ആരായിരുന്നു. നിനക്ക് പേടിയാണെങ്കിൽ പറ, എനിക്ക് അവനെ കൊല്ലണം. പട്ടിയെ കൊല്ലണ പോലെ ഞാൻ അവനെ കൊല്ലും. മണിയണ്ണം പറഞ്ഞാലും ശരി, അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ തന്നെ പോണം. ടീച്ചറോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ എന്റെ കൂടെ വേണം. മണിയാശം പറയടാ. ഞാനുണ്ടാ കൂടെ. ഞാനും വരും. ഞാൻ വരും. നമ്മുടെ ടീച്ചറെ കൊന്നവനെ പോലീസ് പിടിച്ചു. ടി വിയിലുണ്ട്. എന്തായാലും പ്രതിയെ പോലീസ് പിടിച്ചല്ലോ. ഇനിയിപ്പോൾ ബാക്കി പോലീസും കൊടുത്തേക്ക് നോക്കോളൂ. ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് നമ്മളാ. ടീച്ചർ അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ആ, നമ്മൾ പഠിക്കണോടാ, പഠിക്കണം. ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് പാസ്സാവുന്നു. അത് മാത്രം നമുക്ക് ടീച്ചർക്ക് വേണ്ടി ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. പഠിക്കണോടാ, പഠിച്ചേ പറ്റൂ. കലാകാരന്മാരും യാഥാർത്ഥ്യവാദങ്ങളും മാനവികതയും അവർ ആശയങ്ങളും വീക്ഷണങ്ങളും പുസ്തകം, വാസ്തുശില്പം, പുസ്തകം, കല എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അത് അതിശയകരമായ വിധത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ബാസിത്, വാട്ട് യു മീൻ ബൈ റെനസാൻസ്? Renaissance is the revival of European arts and literature under the influence of classical dance in the 16th century. വെരി ഗുഡ്, താങ്ക് യു സർ. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ മോഡൽ എക്സാം വരികയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ശരി. വിഷ്ണു, നിനക്കെന്താ പറ്റിയത്? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നീ എന്താ ബാമയോട് സംസാരിക്കാത്തത്? എടി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അവളത് അറിയണ്ട. പരീക്ഷയൊക്കെ വരുന്നല്ലേ, അവളാണ് ഈ നന്നായി പഠിക്കുന്ന കുട്ടി. അവൾ പഠിക്കട്ടെ.
സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ആ ഹലോ കുഞ്ഞാ, നീ ഉറങ്ങിയില്ലല്ലേ? ആ ഇല്ലടാ, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എടാ, എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. നാളത്തെ പരീക്ഷ ഇവിടുന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. പേടിക്കണ്ടാ, നമുക്ക് അടിച്ചു വിളിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഞാൻ തീർക്കട്ടെ. താങ്ക്സ് എടാ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. വിഷ്ണു വിഷ്ണു അത് ഞാനല്ലടാ, മറ്റവനാ. കുറേ ഇഷ്ടമുണ്ടല്ലേ? തീരുമാനമില്ല. വാ വാ പോവാ. ഓ, 5 പേർക്ക് A+. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ അതെ. പക്ഷെ ഒരു സങ്കടേ, കാണാൻ ആനി ടീച്ചർ ഇല്ലാതെ. അതെ അതെ, ആ പാവ ആൻ ടീച്ചർ കാരണം ആ പിള്ളേർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാ മാറ്റം. നമ്മുടെ സ്കൂളിൽ ലോ ഗ്രേഡ് കിടന്ന പിള്ളേരാ ഇപ്പൊ ടോപ്പ് ഗ്രേഡ്. അതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ആ ടീച്ചർക്ക് തന്നെയാ. പാവം ഇപ്പോ മോളിൽ സന്തോഷിക്കുന്നുണ്ടാവും. കൺഗ്രാറ്റ്സ് വിഷ്ണു, സ്കൂളിലെ ടോപ്പറൊക്കെ അല്ലേ? ആണോ? താങ്ക് യു. ഇനി +2 തുടങ്ങിയെന്ന് വെച്ച് ഉഴപ്പാനൊന്നും നിൽക്കണ്ട. അങ്ങനൊന്നുമില്ല. ശരിയെന്നാ. ഓക്കെ ഓക്കെ, ബൈ. ബൈ. പ്രധാന വാർത്തകൾ. ബാബു തോമസിന്റെ അനധികൃത നിയമനത്തിനെതിരെ വിജിലൻസ് അന്വേഷണം. കേരളം കാത്തിരുന്ന വിധി. പീരുമേട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ആനി വർഗീസിന്റെ കൊലപാതകയ്ക്ക് തൂക്കുകയാണ്. കൊച്ചിയിലെ പോലീസ് റെയ്ഡിൽ കുടുങ്ങിയത് വൻ മയക്കുമരുന്ന് മാഫിയ. സംസ്ഥാനത്തെ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നു. മോട്ടോർ വാഹന തൊഴിലാളികൾ പണിമുടക്കിലേക്ക്. ISLനെ ഇന്ന് തുടങ്ങും. കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ കൊച്ചിൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോടികളുടെ സ്വർണ്ണം. ഡീസലിന് 2 രൂപ 10 പൈസയും. മോട്ടോർ വാഹന തൊഴിലാളികൾ സംയുക്തമായി നാളെ കപ്പാമീൻ, ബോട്ടി, ബീഫ്, വേറെ എന്തുള്ളത് പന്നിയുണ്ട്. എടുക്കാതെ
പിള്ളേർക്ക് പതിനഞ്ച് കപ്പയും കപ്പയും കൊടുത്ത് മേലെ ഷാപ്പിലെ കപ്പ മീനും നമുക്ക് പിടിച്ചോ. ഷാപ്പിലെ തലക്കറി തലക്കറി ഞാറയ്ക്ക ഷാപ്പിലെ ഞണ്ടുകറി ഞണ്ടുകറി പള്ളിയില് നല്ലത് ചുരുണ്ടു കിടന്നൊരു പിള്ളയൊരെണ്ണം ചുരുണ്ടു കിടന്നൊരു പിള്ളയൊരെണ്ണം തുള്ളിക്കളിയുടെ 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 പട്ടാളക്കാരന്റെ അങ്ങിനോടൊപ്പമോ പാപ്പന്റെ വിസ്കിയും ബ്രാൻഡിയും കോതാട് ഷാപ്പിലെ തലക്കറി തലക്കറി ഞാറയ്ക്ക ഷാപ്പിലെ ഞണ്ടുകറി ഞണ്ടുകറി കപ്പിപ്പട്ടയും ഒരു കോഴി മുട്ടയും ഉണ്ടെങ്കിൽ എന്തിനീ ഉളക്കള് പത്നിക്കു നേരെ ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോഴേ ഒരു സമാധാനമായി. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് നമ്മൾ അന്വേഷിച്ച ആ ആളില്ലേ, ആ കുട്ടി, അത് ബാമയാ. ആ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബാമയില്ലേ? പിന്നെ ആടാ അവളാ. എടാ, ഇത്രയും കാലം ഞാനായിട്ട് ചെന്ന് പറയാൻ അവള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഇന്നെങ്കിലും എനിക്ക് പറയണോളിയാ. പറഞ്ഞാൽ മതിയാ. എന്താന്ന് നമ്മുടെ ടീച്ചറെ കൊന്നവന്റെ അവന് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പീല് പോയിട്ടല്ലേ ഉള്ളൂ, നാളെയല്ലേ വിധി. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്, ഏത് കോടതിയിൽ പോയാലും അവന് തൂക്കുകാര് തന്നെ, അതിലൊരു സംശയം വേണ്ട. നീ എന്തായാലും അവളോട് ഇങ്ങനെ പറയണ്ടേ, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്ക് ആ സമയത്ത് ആകെ ടെൻഷനായി പോയി. എന്താ പറയേണ്ടതെന്നോളും തോന്നിയില്ല. ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും മാക്സിമം പോസിറ്റീവായിട്ടിരിക്കും. നാളെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാം അല്ലേ, ഞാൻ ഏതായാലും പഠിക്കാൻ പോവാം. എടാ, ഞാനത് പറയണേ, നിങ്ങളിനി മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. ടീച്ചർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കണം, പഠിച്ചു നിന്നിട്ട് പാസ്സാവും. ബാക്കിയുള്ള കേസല്ലേ, നമുക്ക് നോക്കണം. ഞാൻ ഉണ്ടാവും. ഇതുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? നന്നായിരുന്നു. ഇനി ഇവിടുന്ന് പോയാൽ ഞങ്ങളൊക്കെ ഓർക്കുവോ? എവിടെ ഓർക്കാൻ? ഞങ്ങൾ പലതരം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ മാഷെ? പക്ഷെ നിങ്ങളാണ് ശരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഇത് കണ്ടോ, ആനി ടീച്ചറെ കൊന്നവൻ ജയിൽ ചാടിയിരുന്നു.